പ്രധാനമന്ത്രിക്കെതിരെയോ ബി.ജെ.പിക്കെതിരെയോ ഇറങ്ങിത്തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വീഴും. പറഞ്ഞത് ബി.ജെ.പി പ്രവർത്തകൻ പ്രിന്റു മഹാദേവ്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് പ്രിന്റുവിന്റെ ഭീഷണി മുഴങ്ങിയത്. ഇതോടെ കോൺഗ്രസ് രംഗത്തിറങ്ങി. ചൂടേറിയ ചർച്ചയ്ക്കിടെ പ്രിന്റു പറഞ്ഞുപോയതെന്നാണ് വാദം. പക്ഷേ അവിശ്വസനീയമാണ്. കാരണം പ്രിന്റു എന്ന വ്യക്തിയെ മാറ്റിയാൽ ഇതൊരു RSS ചരിത്രമാണെന്ന് പറയേണ്ടി വരും. പരിശോധിക്കാമെന്ന്. പ്രിന്റു ഗോഡ്സെയുടെ വക്താവാണ്. 1948 ജനുവരി 30 ഗാന്ധിജി ബിർള ഹൌസിലെ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ RSS പ്രവർത്തകനായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് 3 വെടിയുതിർത്ത് അദ്ദേഹത്തെ വധിച്ചു. രാഷ്ട്രപിതാവായ ഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം സൗഹൃദവും ഹിന്ദു മുസ്ലിം ഐക്യത്തിനായുള്ള പ്രവർത്തനവും വർഗീയ കലാപത്തിനെതിരെ നടത്തിയ നിരാഹാരവുമൊക്കെയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഗോഡ്സെയുടെ കണ്ടെത്തൽ. ഗാന്ധിജിയുടെ വധം ഇന്ത്യയെയും ലോകത്തെയും ഒരുപോലെ നടുക്കിയ സംഭവമാണ്. ഇപ്പോൾ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് മഹാത്മാഗാന്ധിയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിയും. ഏതായാലും കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, വർഗീയതയ്ക്കെതിരെ എന്നും നിലപാടെടുത്തിട്ടുള്ള നേതാവ് കൂടിയാണ് രാഹുൽ. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഒരു തരി മണ്ണിടാൻ പോലും വർഗീയ ശക്തികൾക്ക് സാധിക്കില്ല എന്ന് VD സതീശൻ വ്യക്തമാക്കി. ഇത് വെറുമൊരു ഭീഷണിയല്ല, ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ നടന്ന വധഭീഷണിയാണ്. എന്നാൽ പ്രിന്റു മഹാദേവ് മാപ്പ് പറയാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ആ നിലപാടിനോട് ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. വിദ്വേഷം ഭീഷണിയാവുമ്പോഴും ഭീഷണി പ്രാവർത്തികമാവുമ്പോഴും രക്തസാക്ഷിയാവുന്നത് രാജ്യമാണ്. ആവർത്തിക്കുന്ന ചരിത്രം ഗാന്ധിയുടേതാണ്. അതുകൊണ്ട് ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ.